ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് ക്ലബ് ഫുട്ട് എന്ന കണ്ടീഷനെ പറ്റിയിട്ട് നോക്കാം. ഈ കുട്ടിയുടെ കാല് കുറച്ച് വളഞ്ഞിട്ട് താഴോട്ടായിട്ട് ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥേനെയാണ് ക്ലബ് ഫുട്ട് എന്ന് പറയുന്നത്. അത് ഹോക്കി സ്റ്റിക്ക് പോലെ ഇരിക്കും കുട്ടിയുടെ കാല്. അത് ചിലപ്പോൾ ഒരു കാലിന് മാത്രമാകാം, ചിലപ്പോൾ രണ്ട് കാലിനും ആകാം. ഇത് ഉണ്ടാകുന്നത് നമ്മുടെ ബോണും മസിലും കൂടെ ബന്ധിപ്പിക്കുന്ന ടെൻഡൻ എന്നുള്ളൊരു പാർട്ടുണ്ട്. ഈ ടെൻഡന് ഷോർട്ടാവുക അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലാണ് ഈ ഫുട്ട് ശരിയായ അലൈൻമെൻറ്റിൽ വരാതെ ബോൺസും മസിൽസും ശരിയായ രീതിയിലാവാതെ അത് തിരിഞ്ഞു പോകും. അപ്പം അങ്ങനെ വരുന്നതിനെയാണ് ക്ലബ് ഫുട്ട് എന്ന് പറയുന്നത്. ഇപ്പം ഇത് ചിലപ്പോൾ ഈ ക്ലബ് ഫുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വേറെ നട്ടലിൻ്റെ പ്രോബ്ലങ്ങൾ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രോബ്ലങ്ങൾ, മസിലിൻ്റെയോ എല്ലിൻ്റെയോ പ്രോബ്ലങ്ങൾ എല്ലാം കൂടെ അസോസിയേറ്റഡ് ആയിട്ടും വരാറുണ്ട്. ഇത് വരുന്നത് സാധാരണയായിട്ട് ഇതിനുള്ള കാരണങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് വരാം, ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരാവുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ട് ജനറ്റിക് ഡിഫക്റ്റ് ഒക്കെ വരാം, ഈ ക്രോമസോം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരാം. അല്ലെങ്കിൽ മസിലിൻ്റെയും ബോണിൻ്റെയും ചില അസുഖങ്ങൾ കാരണം, അല്ലെങ്കിൽ ബോണിൻ്റെ ഡിസ്പ്ലേസിയാസ് കൊണ്ട് വരാറുണ്ട്. പിന്നെ ചില വൈറൽ ഇൻഫെക്ഷൻ, സിക്ക വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട് വരാറുണ്ട്. ചിലപ്പോൾ ഈ കുട്ടി കിടക്കുന്ന ഫ്ലൂയിഡിൻ്റെ അളവ് കുറവാണെങ്കിൽ കുട്ടിക്ക് മൂവ്മെൻറ്റ്സ് ഇല്ലാതെ ഈ ലെഗ് കംപ്രസ് ചെയ്ത് പോയാലും ഇങ്ങനെ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഡയഗ്നോസിസ് നമ്മൾ മനസ്സിലാക്കുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുമ്പോൾ മനസ്സിലാക്കും. പിന്നെ ചിലപ്പോൾ ഫർദറായിട്ട് ഒരു ഫീറ്റൽ MRI ഒക്കെ എടുക്കേണ്ടി വരാം. ഇത് ഈ ക്ലബ് ഫുട്ട് മാത്രമേ പ്രശ്നമുള്ളെങ്കിൽ, അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ സമാധാനമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഡെലിവറി കഴിഞ്ഞ ഉടനെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാവുന്നതാണ്. പീഡിയാട്രിക് ഓർത്തോപീഡീഷ്യൻ്റെ സപ്പോർട്ടോടു കൂടി ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ചെയ്യുന്നത് നോക്കിയിട്ട് റീപൊസിഷൻ ചെയ്തിട്ട് പ്ലാസ്റ്റർ കാസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. ആഴ്ച തോറും അത് മാറ്റിയിട്ട് റീഅസസ് ചെയ്തിട്ട് ചിലപ്പോൾ ഇതിന് ഈ ടെൻഡനെ ഒരു ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സർജറി ചിലപ്പോൾ വേണ്ടി വരാം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ സ്ട്രാപ്പിങ്ങും പിന്നെ ഈ ഫുട്ടിൻ്റെ നമ്മുടെ ചെരുപ്പിന് ഒരു പ്രത്യേക തരം ചെരുപ്പ് പോലത്തത്, കാസ്റ്റ് പോലത്തതൊക്കെ ഇട്ടിട്ട് കുറച്ച് കാലത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട്, മേ ബി 1 year or 2 year ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അത് വളരെ വ്യക്തമായിട്ട് കറക്റ്റായിട്ട് സമയം എടുത്ത് അത് ട്രീറ്റ് ചെയ്താൽ പൂർണ്ണമായും മാറാവുന്ന ഒരു പ്രോബ്ലമാണ് ഐസൊലേറ്റഡ് ആയിട്ട് വരുന്ന ക്ലബ് ഫുട്ട്.